യേശുക്രിസ്തു ഒത്തിരി സ്നേഹിച്ചൊരു കുടുംബമാണ് ലാസറിന്റെ കുടുംബം. ആ മൂന്ന് വ്യക്തികളെ കർത്താവ് ഒത്തിരി സ്നേഹിച്ചതായിട്ട് നമുക്ക് വചനത്തിലൂടെ കാണുവാൻ കഴിയും. എന്നാൽ ലാസറിന്റെ മരണത്തിന്റെ സമയത്ത് ഈ രണ്ട് സഹോദരിമാരും യേശുവിനെ ഒത്തിരി പ്രതീക്ഷിച്ചു. കാരണം യേശുവിനെ അവർ ഒത്തിരി സ്നേഹിക്കുന്നവരാണ്. തിരിച്ചും യേശു അവരെ ഒത്തിരി സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ആ ധീരമായി കിടക്കുന്ന സമയത്ത് വന്നില്ലെങ്കിലും യേശു ആ മരണ സമയത്തെങ്കിലും കൂടെ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് യേശുക്രിസ്തു കടന്നു വരുന്നത്. മറിയയുടെ അടുക്കിലേക്ക് മാർത്ത വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. ഈ ഒരു ചോദ്യം കേട്ടപ്പോൾ മറിയ എഴുന്നേറ്റ് ഓടുന്നൊരു ഭാഗമുണ്ട്. എല്ലാവരും ചിന്തിച്ചൊരു കാര്യം, യേശു വന്നതുകൊണ്ട് തൻ്റെ സഹോദരൻ അടക്കിയ കല്ലറയുടെ മുമ്പിൽ പോയി കരയുവാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വിചാരിച്ചത്. മറിയ പോകുന്നത് കരയുവാൻ വേണ്ടിയിട്ടാണെന്ന് ചിന്തിച്ചപ്പോൾ, എന്നാൽ മറിയ പോയത് കല്ലറയ്ക്കകത്ത് പോയി കരയാനല്ല, യേശുവിൻ്റെ പാദപീഠത്തിൽ ചെന്നിരുന്ന കർത്താവിൻ്റെ വചനത്തെ കേൾക്കുവാൻ തയ്യാറായി. കാരണം അവളോട് സംസാരിച്ച ഒരു ഒറ്റ പദം, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. എന്നെ വിളിക്കുന്നത് എൻ്റെ ഗുരുവാണെങ്കിൽ, പ്രതീക്ഷ അസ്തമിച്ചു പോയ, നാറ്റം വെച്ച് കിടക്കുന്ന ഈ 4-ാമത്തെ ദിവസമാണെങ്കിലും എൻ്റെ ഗുരു വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വിഷയത്തിനതൊരു മറുപടിയാണെന്ന് അവളുടെ ഹൃദയത്തിൽ ഒരു ആഴമേറിയ വിശ്വാസമുണ്ടായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ എത്രയൊക്കെ വലിയ പ്രശ്നമാകട്ടെ, നാറ്റം വെച്ച് കിടക്കുന്ന അനുഭവമായിക്കോട്ടെ, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നെന്ന് പറഞ്ഞൊരു ശബ്ദത്തെ നീ വിശ്വസിക്ക്. സാഹചര്യങ്ങൾ മാറും, അത്ഭുതങ്ങളെ കാണും. ഗഡ് ബ്ലെസ് യു.